പഴയകാല പാട്ടുപെട്ടികളുടെ ഒരു കാവൽക്കാരനുണ്ട് ഇടുക്കിയിൽ. നെടുങ്കണ്ടം സ്വദേശിയായ വരമ്പകത്ത് KC ചാക്കോ. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഗ്രാമഫോൺ മുതൽ നിരവധി ഉപകരണങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുള്ളത്. ഇന്നലകളുടെ പാട്ടോർമ്മകളുടെ കാവൽക്കാരനാണ് ചാക്കോ. 1920 കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച ഗ്രാമഫോൺ, 1924 ഗ്രാമഫോൺ പെട്ടി, വാൽവ്, ട്രാൻസിസ്റ്റർ റേഡിയോകൾ, വിവിധ റെക്കോർഡ് പ്ലെയറുകൾ തുടങ്ങി പാട്ടുപെട്ടികളുടെ വിവിധ കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്ന നിരവധി ഉപകരണങ്ങളുണ്ട് ഇവിടെ. ഫിലിപ്സ്, അക്കായി, സിമൻസ് എന്നിങ്ങനെ ജനഹൃദയങ്ങൾ കീഴടക്കിയ മിക്ക കമ്പനികളുടെയും പ്ലെയറുകളുടെ ശേഖരം. മിക്കവയും പതിറ്റാണ്ടുകൾ പഴക്കമുള്ളവയാണെങ്കിലും എല്ലാം പ്രവർത്തന സജ്ജമാണ്. ഗ്രാമഫോൺ പെട്ടിയാണ്, ഡക്കാപ്പെട്ടി എന്നതിന് പറയും. ഇത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് 1924 കമ്പനി പുറത്തിറക്കിയതാണ്. അതിന് ഓരോ ഡിസ്ക് വയ്ക്കുമ്പോഴും നമ്മൾ ഓരോ നീഡിൽ മാറ്റി തരണം. നീഡിൽ മാറ്റി ഇട്ടില്ലെങ്കിൽ ആ ഡിസ്ക് ഡാമേജ് ആവും. ഇത് ഇങ്ങനെ കുഴിഞ്ഞു പോകും. ഇത് മുറപ്പെണ്ണ എന്ന സിനിമയിലെ കരയുന്നോ പുഴ ചിരിക്കുന്നു. ഇത് നമ്മൾ വെച്ചിട്ട് ഇത് വൈൻഡ് ചെയ്യും. ഇത് വൈൻഡ് ചെയ്യുമ്പോൾ സ്പ്രിങ് മുറുകുന്നതനുസരിച്ചാണ് ഇതിൻ്റെ. ആയിരത്തി 1972 വീട്ടിൽ ആദ്യ റേഡിയോ വാങ്ങിയതോടെയാണ് ചാക്കോയ്ക്ക് പാട്ടുപെട്ടികളോടുള്ള ഭ്രമം തുടങ്ങിയത്. പിന്നീട് സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയവ വാങ്ങുകയും പഴയകാല ഉപകരണങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്തു. അന്ന് ട്രാൻസിസ്റ്റർ റേഡിയോ ആണ്. നമുക്ക് അന്ന് വീട്ടിൽ കറണ്ടൊന്നുമില്ല. അപ്പോൾ ട്രാൻസിസ്റ്റർ റേഡിയോ നമുക്ക് ഒരു ബാറ്ററി ഇട്ട് പ്രവർത്തിക്കുന്നത്. കറണ്ടുള്ള വീടുകളിൽ അന്ന് വാൽവ് റേഡിയോ ആയിരുന്നു, ടേബിൾ സെറ്റ്. ഇത് 1969 ഇറങ്ങിയ HMVയുടെ മോഡലാണിത്. HMVയുടെ വാൽവ് റേഡിയോ. ഇപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷനാണ്. ഇതിന് നമ്മൾ എയറിൽ വേണം, എർത്ത് വേണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയോടുകൂടി ഇപ്പോഴും അത് പ്രവർത്തിക്കും. അന്നിറങ്ങിയ ഫിലിപ്സിൻ്റെ ഒരു വാൽവ് റേഡിയോ ആണിത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ, അത് മോണയാണ്. സ്റ്റീരിയോ സെറ്റ് ആദ്യം ഇറങ്ങിയ ഫിലിപ്സിൻ്റെ വാൽവ് റേഡിയോ. ഇതും 69-70 കാലയളവിൽ ഇതും വർക്കിംഗ് ആണ്. ഞാൻ ഒരു റെക്കോർഡ് പ്ലെയറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. അത് ഒരു പിക്കപ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് ടേപ്പ് റെക്കോർഡർ വന്നു, സ്റ്റീരിയോ. അക്കായുടെ അന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു മോഡലാണത്. പിന്നെ ഷാർപ്പിൻ്റെ സ്റ്റീരിയോ ടേപ്പ് റെക്കോർഡർ. പിന്നെ നാഷണൽ പാനാസോണിക്. ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇത് എൻ്റെ മരുമകൻ്റെ അമ്മയ്ക്ക് അവരുടെ കല്യാണത്തിന് അവരുടെ ആങ്ങളെ മേടിച്ചു കൊടുത്ത സാധനമാണ്. എന്ന് പറയുമ്പോൾ ഒരു 1976-77 കാലയളവിൽ. ഇപ്പോഴത് നല്ല വർക്കിംഗ് കണ്ടീഷനാണ്. അതിൻ്റെ തന്നെ വേറൊരു മോഡലാണിത്, നാഷണൽ പാനാസോണിക്കിൻ്റെ ടേപ്പ് റെക്കോർഡർ. വളരെ നല്ല സൗണ്ടാണ് അതിൻ്റെ. വളരെ നല്ലൊരു സെറ്റാണതും. പിന്നീട് നാഷണലിൻ്റെ സ്റ്റീരിയോ സിസ്റ്റംസ്. അത് നാഷണലിൻ്റെ വേറൊരു സ്റ്റീരിയോ മോഡലാണ്. ഇത് സോണിയുടെ സ്റ്റീരിയോ സിസ്റ്റം. ഇത് കാണുന്ന ഞാൻ അന്ന് മുതൽ ഇത് ഓരോന്നിങ്ങനെ മേടിക്കാറുണ്ട്. പിന്നീട് 2000 അടുത്ത് വാങ്ങിയ ഒരു സ്റ്റീരിയോ സോണിയുടെ ഒരു മ്യൂസിക് സിസ്റ്റമാണ്. ഇതിൻ്റെ അകത്ത് CD ഉണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതലുള്ള സിനിമാ ഗാനങ്ങളുടെ മികച്ച ശേഖരവും ഇവിടെയുണ്ട്. പണ്ടുകാലത്ത് സിനിമാ ആസ്വാദകർക്ക് നൽകിയിരുന്ന പാട്ടുപുസ്തകങ്ങളും ചാക്കോയുടെ ശേഖരത്തിലുണ്ട്. ഇന്നലകളിലെ സിനിമാ ഓർമ്മകളുടെ ഒരു സൂക്ഷിപ്പുകാരൻ കൂടിയാണ് ഇദ്ദേഹം. സാങ്കേതിക വിദ്യയുടെ വിവിധ പതിറ്റാണ്ടുകളിലെ മാറ്റങ്ങളും പഴമയുടെ പ്രൗഢിയും വരും തലമുറയ്ക്കായി സൂക്ഷിച്ചിരിക്കുകയാണ് ഇദ്ദേഹം.